ഹായ് ഹലോ കൂട്ടുകാരെ, തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഈ തട്ടിക്കളിക്കുന്നത് കണ്ടോ, ഒരു കോളിഫ്ലവർ ആണ്. ആ കോളിഫ്ലവർ വെച്ച് നമുക്കൊരു സംഭവം ഉണ്ടാക്കാം. നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പം, പിന്നെ ബീച്ചിൽ പോകുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവം തന്നെയാണിത്. അപ്പോൾ ഈ സംഭവം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാൽ, ആദ്യമേ ഈ കോളിഫ്ലവറിനകത്ത് കുഞ്ഞു കുഞ്ഞു പ്രാണികൾ, പുഴുക്കൾ അങ്ങനെയൊക്കെ കാണും. അപ്പോൾ അതെല്ലാം നമുക്ക് കളയാനായിട്ട് കുറച്ച് തിളപ്പിച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് അതിൻ്റെ ലീഫൊക്കെ കളഞ്ഞ് അതൊന്ന് ആദ്യമേ ഒന്ന് വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യമേ എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക വേണ്ടത്. ഇത് കട്ട് ചെയ്യുമ്പം ഇച്ചിരി ഇച്ചിരി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കത്തി ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനേ കൈ കൊണ്ട് ആഞ്ഞ് പിടിച്ച് പിച്ചിട്ടൊന്നും അത് വന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കത്തിയെടുത്ത് കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. അതിനുശേഷം ഇത് ചെയ്തെടുക്കാൻ ഒരു കൂട്ട് തയ്യാറാക്കണം. അതിനകത്തോട്ട് ഒരു പാത്രത്തിൽ കുറച്ച് മൈദ തട്ടിയിടുന്നുണ്ട് ഞാൻ കേട്ടോ. മൈദയ്ക്കകത്തോട്ട് ഒരു അര സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട്, പിന്നെ കുറച്ച് കായം, NSൻ്റെ കായമാണ് കേട്ടോ, കുറച്ച് NSൻ്റെ കായവും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അത് പച്ചവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി ഒരു നല്ലൊരു ലൂസും ആവരുത്, അധികം കട്ടിയും ആകാത്ത പരുവത്തിൽ ചെയ്തെടുക്കണം. മൈദയ്ക്ക് പകരം ചിലർ കോൺഫ്ലവർ ഉപയോഗിക്കും, അങ്ങനെയോ ഉപയോഗിക്കാം. നമ്മുടെ കയ്യിൽ മൈദ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മൈദ എടുത്തത്. പിന്നെ ഈ ചൂടുവെള്ളത്തിലിട്ട് കോളിഫ്ലവർ നമ്മൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഊറ്റിയെടുക്കണം. ഇങ്ങനെ വെള്ളം ഊറ്റിയെടുത്ത് അതൊന്ന് തോരാൻ വെക്കണം. അങ്ങനെ ഞാനതെല്ലാം ഊറ്റിയെടുത്ത് തോരാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളുണ്ടാക്കിയ കൂട്ടുണ്ടല്ലോ, ആ കൂട്ടിനകത്തോട്ട് ഇത് തട്ടിയിടുക. ഇത് തട്ടിയിട്ട് നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കണം. എല്ലാ സൈഡിലും എല്ലാ വശത്തും കിട്ടത്തക്ക വിധത്തിൽ ആ കൂട്ടിനകത്തോട്ട് നല്ലതുപോലെ ഒരുമിച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പാൻ വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റിഫൈൻഡ് ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണയല്ല. നമ്മുടെ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇതൊന്ന് വറുത്ത് കോരി എടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം. ഇതെല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെ. അപ്പോൾ ഇത് കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള നല്ലൊരു അടിപൊളി ഒരു സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഒരു ഒരു ഗ്രേവി പോലെ ഒരു കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുളക് പൊടി, പുളിയും ഉപ്പും എല്ലാം കൂടെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഗ്രേവിയാണ് കേട്ടോ. അതിനകത്ത് തൊട്ട് തിന്നുമ്പോൾ ഒരു ചെറിയൊരു ടേസ്റ്റ് പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇത് നല്ല സൂപ്പറാണ് കേട്ടോ, ഈ ഗ്രേവിയും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ഓൾ ബട്ടണൂടെ ക്ലിക്ക് ചെയ്തിട്ടേക്കുക. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ ബൈ. ഓക്കെ, വീണ്ടും കാണാം. ടാറ്റാ.